എവിടെ ആച്ചക്ക്? 85 രൂപ. എന്താപ്പാ? இந்த பொண்ணோட செயினை திருடிட்டு ஓடல சார். எஸ், டாக்டர் வார்டில் இருக்காங்க. அம்மா, நீங்க யாரு? എവിടെ രവി? വരൂ വരൂ. ആദ്യം കണ്ടപ്പോ എനിക്ക് എന്നെ മനസ്സിലായില്ല. എങ്ങനെയുണ്ട് ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. അമിതമായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് വരുന്ന ഒരു രോഗമാണ്. വളരെ കൂടിപ്പോയി. Give me a drip, please. You hear me? I can't bear this. I said give me a drip. Oh, kill me, kill me. He's in a panic, doctor. എങ്കിൽ പെറ്റഡിന് ഒരു ആംപ്യൂൾ കൊടുത്തു നോക്കൂ. പെട്ടെന്ന് ലഹരി നിർത്തിയെന്ന് വേണ്ട. അയാളൊന്ന് റിലാക്സ് ചെയ്യട്ടെ. യെസ് ഡോക്ടർ.
പേഷ്യന്റ് ഇങ്ങനെ രക്ഷപ്പെട്ടത് വലിയൊരു അത്ഭുതമാണ്. ഇനിയും സെഡേഷൻ കണ്ടിന്യൂ ചെയ്യണോ ഡോക്ടർ? സൈക്കോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ? അതിന് പേഷ്യന്റിന്റെ പാസ്റ്റ് അറിയണം. ഒരാളിങ്ങനെ ഡ്രഗ് അഡിക്റ്റ് ആവുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ജീവിതത്തിൽ നേരിട്ട പരാജയം, മെന്റൽ ഷോക്ക്, കുറ്റബോധം. ഇയാളുടെ ലൈഫിൽ ഇങ്ങനെ വല്ലതും അങ്ങനെയൊന്നും ഉള്ളതായി അന്വേഷിക്കണം, അറിയണം. Don't come out. We have received information that some terrorists from Bombay have come and they are staying in D20 flat. So, till we say, don't come out. Don't be afraid. எல்லாருக்கும் ஒரு முக்கிய அறிவிப்பு. பிளாட்ல இருக்கிற யாரும் வெளியில வர வேண்டாம். கதவை சாத்திட்டு வீட்டுக்குள்ளே இருங்க. D20 flatல பாம்பேல இருந்து சில தீவிரவாதிகள் வந்திருக்கிறதா எங்களுக்கு தகவல் கிடைச்சிருக்கு. We have received information that some people from Bombay have come and staying in D20 flat. They are terrorists. We are not terrorists. Don't interfere in our business. Come on. हम लोगों को दंग मत करना, गोली मत चलाना.
Well done, Ravi. Very good. താങ്ക് യു സർ. Please take him to hospital. നോ സർ, ഐ ക്യാൻ മാനേജ്. No. Please take him, Ravi. കം. Please. Sir? What happened, sir? Rascals. They tried to attack me. News today. இன்றைய சூடான செய்தி. கமிஷனர் முத்துலிங்கத்தின் தீரச் செயல். தாக்கப்பட்ட தீவிரவாதிகள் சுட்டுக் கொல்லப்பட்டனர். News today. ഇരിക്കൂ രവി. പോലീസ് കമ്മീഷണർ മുത്തുലിംഗത്തിന്റെ ധീരത, സാഹസികത ക്രെഡിറ്റ് മുഴുവൻ കമ്മീഷണർക്കാണ്. ടെററിസ്റ്റുകളെ മുഴുവൻ കൊന്നൊടുക്കിയതിൽ ചിലർക്ക് സംശയമുണ്ട്. വാട്ട് യു തിങ്ക്? സർ, ആ സമയത്ത് അങ്ങനെ കൊല്ലപ്പെട്ടവർ മുഴുവൻ ബോംബെ അണ്ടർവേൾഡുമായി ബന്ധമുള്ളവരാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കൊലയും ഡ്രഗ് ട്രാഫിക്കിംഗും അടക്കം നിരവധി കേസിൽ പിടികിട്ടേണ്ട പ്രതികൾ. ഏറ്റുമുട്ടൽ നടന്നു. 5-8 പോലീസുകാർക്ക് വെടിയേറ്റു. ഒരു ഓഫീസർക്ക് മാരകമായ പരിക്ക് പറ്റി. ഈ സിറ്റുവേഷനിൽ പോലീസിന് അവരെ കൊല്ലേണ്ടി വന്നു. കമ്മീഷണർ ന്യായീകരിക്കുന്ന അങ്ങനെയാണ്. അവിശ്വസിക്കാൻ ഒക്കുമോ? സർ, പത്രക്കാരെന്ത് പറഞ്ഞാലും ടെററിസ്റ്റുകളെ കീഴ്പ്പെടുത്തിയിൽ രവിയുടെ പങ്ക് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ് യുവർ ട്രൂ ഗ്രേറ്റ്. താങ്ക് യു സർ. ഇങ്ങോട്ട് പോറാ. നിന്റെയൊക്കെ കണ്ണിൽ പോലീസുകാർ വെറും വാടക കൊലയാളികളാണ് അല്ലേ? രവി, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഒന്നും പറയണം. ഇങ്ങോട്ട് വേണം. നിന്നെ ഞാനിന്ന് ഇല്ല, ഇവന്റെ എല്ലാം ഞാൻ ഓടിക്കൂ. നിന്റെ ഭർത്താവിന്റെ സ്പാർക്ക് പത്രം ചെലവാകാൻ ചില കള്ള കഥകളൊക്കെ എഴുതി പിടിപ്പിച്ചത് വായിച്ചില്ലേ സുമതി? സ്റ്റേറ്റ് പോലീസ് ഹയർഡ് കില്ലേഴ്സ് ഓഫ് ഡ്രഗ് മാഫിയ. പോലീസ് കള്ളക്കടത്തുകാരുടെ വാടക കൊലയാളികൾ ആവരുത്, അല്ലടാ? അതേടാ, സത്യല്ലേ? എന്ത് സത്യം? They were terrorists, hired killers. സാർ എക്സൈറ്റഡ് ആവാതെ. എത്ര വലിയ കുറ്റം ചെയ്തവരായാലും കസ്റ്റഡിയിലെടുത്ത് കേസ് ചാർജ് ചെയ്യാനേ പോലീസിന് അധികാരമുള്ളൂ. ആയുധം വെച്ച് കീഴടങ്ങിയവരെ എന്തിനു വെടിവെച്ചു? ആയുധം വെച്ചെന്ന് ആരായി ചേട്ടനെ അനിയത്തി ഇതൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചത്? രവി ഇവിടെ വന്നിട്ട് 3-4 മാസമല്ലേ ആയുള്ളൂ. ക്ഷമയോടുകൂടി നീ കേൾക്കുമെങ്കിൽ ഞാൻ പറയാം. കൊല്ലപ്പെട്ടത് ബോംബെക്കാരുടെ ശർമ്മയുടെ ഡ്രഗ് മാഫിയ സംഘത്തിൽപ്പെട്ടവരാണ്. ഈ ശർമ്മയുടെ ഒരു റൈവൽ ഗ്രൂപ്പാണ് ഇവിടെ ശക്തിപ്പെട്ടു വരുന്ന RS പാണ്ഡ്യന്റേത്. ഇതിനു മുൻപും പലതവണ അവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 2 ഭാഗത്തും കുറെ പേര് ചത്തു. ആ ഗാങ് വാറിന്റെ തുടർച്ചയാണിത്. പാണ്ഡ്യൻ ഇവിടുത്തെ പൊളിറ്റിക്സിലും ഗവൺമെന്റിലും സ്വാധീനമുണ്ട്, പണമുണ്ട്. അയാൾ പോലീസിനെ വിലക്കെടുത്ത് എതിരാളികളെ കൊല്ലിക്കുകയായിരുന്നു. അതാണ് ഞാൻ എഴുതിയത്. അതാണ് സത്യവും. ഞാൻ അത് വിശ്വസിക്കില്ല. മിസ്റ്റർ ജയദേവൻ, നിങ്ങളുടെ അച്ഛൻ സ്പാർക്ക് വിശ്വനാഥൻ സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ 2. പിന്നെ സുമതി ഭർത്താവ് പറയുന്നതിനോടല്ലേ യോജിക്കൂ? അപ്പൊ കുടുംബത്തോടെ ആ വലിയ മനുഷ്യൻ തുടങ്ങി വെച്ച സ്പാർക്കിൽ യെല്ലോ ജേർണലിസം കലർത്തി കരിക്കട്ടയാക്കല്ലേ? അത് ഞങ്ങൾ നോക്കിക്കോളാം. ഓ, സാർ ഒരു സഹായം ചെയ്യോ? എന്റെ കാറിന് ചെറിയൊരു എഞ്ചിൻ പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നേരായി. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? പോലീസ് വണ്ടിയിൽ വ്യാജ ഡോക്ടേഴ്സിനെ കയറ്റാൻ പറ്റില്ല. സോറി.